നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന പേര് നൽകാവുന്ന പ്രവൃത്തികളാണ് തിരുവല്ല പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് സന്തോഷത്തോടെ പറയട്ടെ. സാധാരണക്കാരായ ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ പരാതിയുമായി ധൈര്യമായി തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാം. അതിനായി വക്കീലന്മാരെയോ രാഷ്ട്രീയക്കാരെയോ ആരെയും കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പരാതി ന്യായമാണോ നടപടി ഉണ്ടാകും ഉറപ്പാണ്. പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന സംഭവം കൂടിയാണെങ്കിൽ. ഇതിവിടെ പറയാൻ കാര്യം, സൈബർ ഇടത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നതുകൊണ്ടാണ്. അപമാനഭാരത്താൽ പലരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും കുറവല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, പോലീസെങ്കിലും ഒന്ന് നടപടിയെടുത്തിരുന്നെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ തടയാമായിരുന്നല്ലോ എന്ന്. സ്വകാര്യ സ്ഥാപനത്തിൽ ടെലികോളറായി ജോലി ചെയ്യുന്ന യുവതിക്ക് നേരെയുണ്ടായ ലൈംഗിക അധിക്ഷേപവും അതിൽ തിരുവല്ല പോലീസ് എടുത്ത നടപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. കേൾക്കുമ്പോൾ നിസാരമായി തോന്നാം. കാരണം കൊള്ളയോ കൊലപാതകമോ പീഡനമോ ഒന്നും അല്ലല്ലോ. പക്ഷേ വാക്കുകളിൽ കൂടിയുള്ള പീഡനം അസഹനീയമാകുമ്പോൾ ചിലർ അനുഭവിക്കുന്ന ട്രോമ അവരുടെ ജീവിതകാലം മൊത്തം അവരെ പിന്തുടരും. തിരുവല്ല സ്വദേശി ജേക്കബ് ഉമ്മൻ മാമൂടനാണ് ഈ സംഭവത്തിലെ വില്ലൻ. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് സംഭവം. താൻ അപ്പോയിൻമെൻറ്റ് നൽകിയ സമയത്ത് തന്നെ കാണാൻ എത്തിയില്ല എന്ന് പറഞ്ഞാണ് ഇയാൾ യുവതിക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞത്. അസഭ്യം പിന്നീട് ലൈംഗിക അധിക്ഷേപത്തിലേക്ക് വഴിമാറി. ഫോൺ എടുക്കാതെയായപ്പോൾ വാട്സാപ്പിലൂടെ അധിക്ഷേപം തുടർന്നു. യുവതിയുടെ മാതാപിതാക്കളെ വരെ ഇയാൾ അവഹേളിച്ച് സംസാരിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ യുവതി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അടുത്ത ദിവസം 10 മണിക്ക് പ്രതിയോട് സ്റ്റേഷനിൽ ഹാജരാകാനും അതേസമയം തന്നെ പരാതിക്കാരിയോടും എത്താൻ പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതി സമയത്ത് എത്താത്തത് കാരണം പോലീസ് പ്രതിയെ ബന്ധപ്പെട്ടപ്പോൾ താൻ മീറ്റിങ്ങിലാണെന്നും ഉടനെ വരാൻ കഴിയില്ലെന്നുമുള്ള മറുപടിയായിരുന്നു പ്രതിയുടേത്. അതോടെ പോലീസിൻ്റെ വിധവും മാറി. ആക്ഷൻ ഹീറോ ബിജു സ്റ്റൈലിൽ പോലീസിൻ്റെ താക്കീത്. അരമണിക്കൂറിനുള്ളിൽ പ്രതി ഹാജർ. സ്ത്രീത്വത്തെ അവഹേളിച്ചതിന് 296B, 351, 2, 79 എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.